സോ ഹലോ മേഘ, സ്ക്രീൻ കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ഈ ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിലായിട്ട്? പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ നോക്കിയായിരുന്നു അല്ലേ? പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ, ഒരു ഡൈപോള് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയും നോക്കി. അത് നമ്മൾ ഇന്നലെ ഇക്വേഷൻ പഠിച്ചായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇക്വേഷൻ ഏതാണെന്ന്? ഇക്വേഷൻ വന്നിട്ട് വി പി ഈസ് ഈക്വൽ ടു 1/4πε0 P cos theta by r square. P cos theta by r square. ഓക്കെ, ഇത് നമുക്ക് മനസ്സിലായി. ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? 1/r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ നോക്കിയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ ബാക്കിയുള്ളിടത്തെ പൊട്ടൻഷ്യൽ കാര്യങ്ങളൊക്കെ പറയുമ്പം അത് എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്? 1/r പ്രൊപ്പോർഷണൽ ആണെന്നായിരുന്നു പറഞ്ഞത് അല്ലേ? നമ്മൾ പൊട്ടൻഷ്യലിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് 1/4πε0 Q, അല്ലെങ്കിൽ ഏത് ക്യൂ എടുത്തോ പറയുന്നത് അത് തന്നെ എടുത്തോ, Q/r ആണ്. സാധാരണ കേസിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. പക്ഷെ ഇവിടുത്തെ ഡൈപോളിന്റെ കേസിലാണ് അത് r² ആവുന്നത്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ തരും, അല്ലെങ്കിൽ JEE ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അവര് ഓപ്ഷൻസിന് ഗ്രാഫുകൾ തരും. ഓക്കെ, അപ്പൊ ഗ്രാഫുകൾ തരുമ്പോൾ നോക്കുക, ചിലപ്പോൾ പൊട്ടൻഷ്യൽ എന്ന് കണ്ട് 1/r അല്ലേ എന്ന് നോക്കരുത്. ചിലപ്പോൾ പൊട്ടൻഷ്യൽ പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇലക്ട്രിക് ഡൈപോൾ ആയിരിക്കും ഒരു പക്ഷേ ഓപ്ഷനിൽ അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സാധാരണ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഒക്കെ ചെയ്യുന്ന പോലെ അവിടെ രണ്ട് കേസിലും 1/r² 1/r² അല്ലേ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അതേപോലെയാണ് ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതും എന്താണ്? 1/r² ആണ്. സോ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇന്നലെ അല്ല, അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഗ്രാഫ് വരച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? നമ്മൾ വിയും ആറും വെച്ചുള്ള ഗ്രാഫ് വരച്ചു, അതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും r² വെച്ചുള്ള ഗ്രാഫ് വരച്ചു. അതിൽ ഓർക്കുന്നുണ്ടായിരിക്കും കർവേച്ചർ ഏതിനായിരുന്നു കൂടുതൽ? കർവേച്ചറിന് ഇതിനായിരിക്കും അല്പം കർവേച്ചർ കൂടുതൽ, ഈ V/r കാട്ടിലും. ഓക്കെ, V/r അല്പം കൂടി അല്ലാത്ത രീതിയിലായിരിക്കും, ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. സോ ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ VP/r² എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കും. രണ്ട് ഗ്രാഫിന്റെ കർവേച്ചർ എടുത്താലും കൈൻഡ് ഓഫ് രണ്ടും ഏതാ സിമിലർ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായിരുന്നു ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ? VP ഈസ് ഈക്വൽ ടു 1/4πε0 P cos theta by r². ഇനി ഇതിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പിന്നെ ഡിസ്കസ് ചെയ്ത് തീറ്റയ്ക്ക് പല വാല്യൂസ് ഉണ്ട്. തീറ്റയ്ക്ക് പോസിറ്റീവ് വാല്യൂ വരാം, നെഗറ്റീവ് വാല്യൂ വരാം, അല്ലെങ്കിൽ 0 എന്നൊരു വാല്യൂ വരാം. അതിന്റെ ഓരോ കേസും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഏത് കേസിലായിരുന്നു നമുക്ക് എന്താ പറയാ പോസിറ്റീവ് വാല്യൂ വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ +Q, ഡൈപോൾ +Q ഇവിടെ -Q ഇവിടെ. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് അതാണ്ട് ഇവിടെ ആയിട്ടാണ്, P ആണ്. ഈ ഒരു 0-ൽ നിന്നും, ഇത് O എന്ന പോയിന്റ് ആണ്, 0 അല്ല, മിഡ് പോയിന്റ് O ആണെങ്കിൽ ഇതാണ് ഈ ഡിസ്റ്റൻസ് നമ്മൾ r ആയിട്ട് എടുത്തു. അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എങ്ങനെ എടുത്തേക്കുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എടുത്തേക്കുന്നത്. ഇനി ഡൈപോളിന്റെ മൊമെന്റ് എങ്ങനെയാണ്? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. രണ്ടും ഒരേ ഡയറക്ഷനാണ്. സോ ദ ആംഗിൾ ഫോംഡ് ഹിയർ വുഡ് ബി 0 ഡിഗ്രി. തീറ്റ 0 ഡിഗ്രി ആണ്. അങ്ങനെ വരുമ്പോൾ ഈ 0 cos 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, ഓർമ്മയുണ്ടല്ലോ cos 0 എന്താണ്? 1/0 ആണ് മനസ്സിലേക്ക് വരേണ്ട പോയിന്റ്. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ cos 0 1 ആണ്. സോ cos 0 1 കൊടുക്കുക, അപ്പൊ ഇത് 1 എന്ന് വരും. അപ്പൊ ഫൈനൽ ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് 0. എങ്ങനെയാണ് ഒരു 0 വാല്യൂ കിട്ടുന്നത്? 0 വാല്യൂ കിട്ടാനായിട്ട് ഡൈപോള് +Q -Q തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതാണ്. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് പറയുന്നത് അതെ ഇങ്ങനെയായിരിക്കും. ഇനി ഡൈപോൾ മൊമെന്റ് എങ്ങനെയാണ്? നെഗറ്റീവിന് പോസിറ്റീവിലേക്കാണ്. രണ്ടിനും ഇടയ്ക്കായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. cos 90 എന്ന് പറയുമ്പോൾ എത്രയാണ്? cos 90 0 1. അപ്പൊ ഇത്
കോസ്. അപ്പോൾ കോസ് 90 0 ആണ്. കോസ് 90 0 ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ തീറ്റ ഇവിടെ 90 ഡിഗ്രി ആണ്. കംപ്ലീറ്റ് വി പി എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് 0ക്ക് എക്സാമ്പിൾ കിട്ടി. ഇനിയും ലാസ്റ്റ് കേസ് എന്താണ്? നെഗറ്റീവ് വരുന്നത്. അവിടെ നെഗറ്റീവ് വരുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് വരുന്നത് നമ്മൾ പ്ലസ് ക്യൂ ഇവിടെ മൈനസ് ക്യൂ പൊട്ടൻഷ്യൽ ഇവിടെ. റെസിസ്റ്റൻസ് എങ്ങനെ എടുത്തേ? ഇവിടെ നിന്നും ഈ പ്ലസ് ക്യൂന്ന് റൈറ്റിലോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് റെസിസ്റ്റൻസ് വെക്ടർ എടുത്തേക്കുന്നത്. കണ്ടോ? റെസിസ്റ്റൻസ് വെക്ടറിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങനെ. രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആണെങ്കിൽ 180 ഡിഗ്രി ആംഗിൾ ഫോം ചെയ്യും. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ രണ്ട് ഇവിടെ ആയിട്ട് വരും. ഇതാണ് 180 ഡിഗ്രി. അത് എത്രയാണ്? -10. സോ -1 ആണ് കോസ്. സോ -1 വരും. നെഗറ്റീവ് വാല്യൂ നമുക്ക് അവിടെ കിട്ടും. സോ അങ്ങനെയാണ് നമ്മൾ അത് അപ്ലൈ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെക്ടർ ഇക്വേഷൻ പോലെ നമ്മൾ എഴുതിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? വി പി ഈസ് ഈക്വൽ ടു 1/4πε0 പി ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ ഒരു വെക്ടർ ഇക്വേഷനും നമ്മൾ അവിടെ എഴുതിയായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പഠിച്ചത്. അതിൽ കൂടെ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു സിസ്റ്റം ഓഫ് ചാർജസ് വരുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് ചാർജ്, ഇതൊരു പോയിന്റ് പി ആണ്. കുറേ ചാർജുകളുണ്ട്, Q1 Q2 Q3. അതിൻ്റെ ഓരോ ഡിസ്റ്റൻസ് ആണ്, R1 R2 R3 R4. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ, കാരണം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സോ അതുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ, ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓരോ ചാർജുകളുടെയും ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആണ്. അതിൻ്റെ അല്ലെങ്കിൽ പി എന്ന പോയിന്റിലുള്ള ഓരോ ചാർജിൻ്റെയും ഇൻഫ്ലുവൻസ് എത്രമാത്രം പൊട്ടൻഷ്യൽ വരുന്നു അതായിരിക്കും പി എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ. സോ ഇവിടെ എന്താണ്? വി പി എന്ന് പറയുന്നത് V1 പ്ലസ് V2 പ്ലസ് V3 അങ്ങനെ Vn വരെയാണ്. സോ എന്താണ്? ആൽജിബ്രിക് സം ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരച്ചായിരുന്നു. അല്ല, ഗ്രാഫല്ല, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ. അതെ, ഗ്രാഫ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ശരിയാണ്. നമ്മൾ സ്പിയറിൻ്റെ കേസ് പറഞ്ഞായിരുന്നു. ഓക്കെ, സ്പിയർ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെളിയിൽ ഇക്വി പൊട്ടൻഷ്യലാണ്. അതിൻ്റെ ഉള്ളിലെടുത്ത് കഴിഞ്ഞാലും, ഉള്ളിൽ എവിടെ എടുത്താലും അവിടെയും പൊട്ടൻഷ്യൽ സെയിം ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അത് പിന്നീടുള്ള ക്ലാസ്സിൽ കാര്യങ്ങളും അത് എന്തുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു. അവ തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് ഓർത്തോണം. ഇതാണ് ഗ്രാഫ്. ഗ്രാഫുകൾ ഇനി തെറ്റിപ്പോകരുത്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഇതിങ്ങനെ താഴോട്ട്, ഇവിടം വരെ, ഈ ഒരു പോയിന്റ് വരെ. ഈ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു സെന്റർ തൊട്ട് ഈ സർഫസ് വരെയുള്ള പോയിന്റ് പി എന്നാണെങ്കിൽ പി എന്ന പോയിന്റ് വരെയാണ് ഈ ഒരു പോയിന്റ്. അവിടെ വരെ കോൺസ്റ്റന്റ് ആയിരിക്കും. പൊട്ടൻഷ്യൽ എല്ലാം തന്നെ കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ ദൂരോട്ട് പോകും തോറും എന്ത് കുറയും? പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. സോ ഇങ്ങനെ കുറഞ്ഞു വരും. സോ അതാണ് അവിടുത്തെ ഗ്രാഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവസാനത്തെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു കോൺസെപ്റ്റോടെ പഠിച്ചായിരുന്നു, സീറോ പൊട്ടൻഷ്യൽ എന്താണെന്ന് പറഞ്ഞായിരുന്നു. അത് ഓർക്കുന്നുണ്ടോ? സീറോ പൊട്ടൻഷ്യൽ അത് നമ്മൾ ഒരു സെക്കൻഡ്, ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നമ്മൾ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് എന്താണെന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് എന്തായിരുന്നു? സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് ആ ഡെഫിനിഷന് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ പൊട്ടൻഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സെൻട്രൽ തന്നെ വേണം നിർബന്ധമുണ്ടോ? ഇല്ല, ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ദൂരെ ആയിട്ടും ഒക്കെ തന്നെ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് വരാം. ഓക്കെ, സോ എവിടെയാണോ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആയിട്ട് വരുന്നത് അതൊക്കെ തന്നെ നമുക്ക് സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് ആണ്. ഏതെങ്കിലുമൊക്കെ ചാർജുകൾക്കിടയിലോ അല്ലെങ്കിൽ ചാർജുകൾക്ക് സമീപമായിട്ടോ ഒക്കെ എന്താ നമുക്ക് സീറോ പൊട്ടൻഷ്യൽ പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പ്രധാനമായിട്ടും ഒരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ചാർജുകൾക്കിടയിൽ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് അങ്ങനെ ഉണ്ടാവത്തില്ല. നമ്മൾ ചെറിയൊരു പ്രോബ്ലവും കാര്യങ്ങളും ചെയ്ത് നമ്മൾ നോക്കിയതായിരുന്നു. ഓക്കെ, സോ അപ്പം അങ്ങനെയെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ക്ലാസ് ആണ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. എന്താണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്? നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കി ഫ്രണ്ടിലേക്ക് പോകാം. ഓക്കെ, സോ an equipotential surface, equipotential surface is a surface with a constant value of potential, at
all points on the surface. എന്താ പറയുന്നത്? ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ചെറുതായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. സ്പിയറിന്റെ കാര്യങ്ങളൊക്കെ തന്നെയും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സ്പിയറിനുള്ളിലും ഒക്കെ താഴെയും ഒക്കെ ആയിട്ട് ഒരു സെയിം പൊട്ടൻഷ്യൽ ആണ്. നമ്മൾ ഈ ഒരു ടേം യൂസ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ എവിടെ ഏതെങ്കിലും ഒരു സർഫസിൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഒരേപോലെ വന്നാൽ എവിടെ എടുത്താലും ഒരേപോലെ തന്നെയാണ്. ഓക്കെ, അതെ, ഇതൊരു പ്ലെയിനോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ V1 എടുത്തപ്പോഴും V2 എടുത്തപ്പോഴും പല പോയിന്റ്സ് ഉണ്ടല്ലോ, എന്തെടുത്തപ്പോഴും എല്ലാം V തന്നെയാണ്. V1 is equal to V2 is equal to V3 is equal to V4. അങ്ങനെ ഏത് പോയിന്റ് ആ സർഫസിൽ എടുത്താലും ഒരൊറ്റ പൊട്ടൻഷ്യൽ തന്നെയാണ് 10 വോൾട്ട് 10 വോൾട്ട് 10 വോൾട്ട് 10 വോൾട്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ തന്നെ ഈ ഒരു സർഫസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഒരു സർഫസ് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ എവിടെ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരുന്നു ഏതെങ്കിലും ഒരു സർഫസിന്റെ ഷേപ്പ് ഒന്നും പ്രസക്തമല്ല. ഷേപ്പ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ഏത് ജോമെട്രിക്കൽ ഷേപ്പ് വേണമെങ്കിലും വരാം. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ, ഒരു ലീനിയർ ലൈൻ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഏത് ജിയോമെട്രിക്കൽ പൊട്ടൻഷ്യൽ ഷേപ്പ് ആയാലും ഏത് രീതിയിലാണെങ്കിലും സർഫസ് ഏത് രീതിയിലാണെങ്കിലും ആ സർഫസിലെ ഏത് പോയിന്റ് എടുത്താലും ഈച്ച് ആൻഡ് എവ്രി പോയിന്റ് അതിലെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വന്നാൽ എന്താ പറഞ്ഞത്? അവിടുത്തെ പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആ സർഫസിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ക്ലിയർ ആണോ? ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്താണെന്ന് മനസ്സിലായോ? ആൻഡ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇസ് എ സർഫസ് വിത്ത് എ കോൺസ്റ്റന്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ അറ്റ് ഓൾ പോയിന്റ്സ്. എല്ലാ പോയിന്റിലും പൊട്ടൻഷ്യലിന്റെ വാല്യൂ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. എന്ത് വേണമെങ്കിലും വരാം, 10 വോൾട്ടോ -12 വോൾട്ടോ 0 വോൾട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ എന്താണ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, അത് എങ്ങനെയാണ് എന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കുക. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു. എന്താ ചെയ്തേ? ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു. ഒബിയസ്ലി ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും പോസിറ്റീവ് ചാർജിൽ നിന്ന് പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വെളിയിലേക്കായിരിക്കും പോയിന്റ് ചെയ്യുക. ഓക്കെ, ഫീൽഡ് ലൈൻസ് വന്നിട്ട് ഒരു പോസിറ്റീവിൽ നിന്ന് ഔട്ട്വേർഡ് വെളിയിലോട്ടായിരിക്കും ഇങ്ങനെ പോയിന്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇതൊരല്പം ചെറുതായിപ്പോ അല്ലേ? ഇവിടെ നിന്നും ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും ഫീൽഡ് ലൈൻസും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവിടെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റ് എടുത്തു. സോ ഇതാണ് എൻ്റെ പോയിന്റ്. ആ പോയിന്റ് എ ആണ്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ ഒരു പോയിന്റ് എ വരെയുള്ള ദൂരം, ഈ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും, അല്ലെങ്കിൽ ഞാൻ അടുത്തായിട്ട് ഇതാണ് എ എന്ന പോയിന്റ്. സോ ഈ ഒരു പോസിറ്റീവ് ചാർജിൽ നിന്നും ഈ എ വരെയുള്ള ഈ ഒരു ദൂരം, ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഞാൻ അതിനെ R1 എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്? നമ്മളൊരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്തു. ഓക്കെ, പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്തിട്ട് എ ഇസ് എ പോയിന്റ്. നമ്മൾ പറഞ്ഞാൽ എല്ലാം എഴുതി പോകണം. കൺസിഡർ എ പോസിറ്റീവ് ചാർജ്, കൺസിഡർ എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, എ ഇസ് എ പോയിന്റ്, എ ഇസ് എ പോയിന്റ്, R1 distance from R is a point, A1 distance from the positive charge. പോസിറ്റീവ് ചാർജിൽ നിന്നും A1 ഡിസ്റ്റൻസ് ദൂരെയായിട്ടാണ് എന്ത്? എ എന്ന പോയിന്റ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു പോയിന്റ് എടുക്കാം. അപ്പം ഒബിയസ്ലി ഇവിടെ എന്താണ്? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ആ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ പ്ലസ് പോസിറ്റീവ് ചാർജ് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? ഞാൻ അതിനെ പൊട്ടൻഷ്യൽ V1 എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം പൊട്ടൻഷ്യൽ V1 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ VA എന്നോ എന്ത് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ V1 പറഞ്ഞോ. എത്ര ആയിരിക്കും? 1/4πε0 ഇൻറ്റു Q ബൈ Q എന്ന് വെച്ചാൽ ഈ ഒരു ചാർജ് ആട്ടോ, ഇതാണ് Q ബൈ R അല്ല R1 ആണ്. സോ ഇതെന്താണ്? ഇത് ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ആണ്. ഓക്കെ, പൊട്ടൻഷ്യൽ 1 എന്നോ പൊട്ടൻഷ്യൽ A എന്നോ എന്ത് വേണമെങ്കിലും കൊടുത്തോ. 1/4πε0 Q ബൈ R1. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പോസിറ്റീവിൽ നിന്നും, ഓക്കെ, ഈ പോസിറ്റീവിൽ നിന്നും വേറൊരു ഇലക്ട്രിക് ഫീൽഡ്, ഞാനിപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈനിലാണ് ഇത് വരച്ചേക്കുന്നത്. വേറൊരു ഫീൽഡ് ലൈൻ, ഇതൊരു ഫീൽഡ് ലൈൻ ആണല്ലോ. ഇവിടെയും ഞാനൊരു R1 ഡിസ്റ്റൻസ് ദൂരെയായിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ആ പോയിന്റിന്റെ പേര് വന്നിട്ട് ഞാൻ B എന്ന് വിളിച്ചു. ഓക്കെ,
എന്താ പറഞ്ഞേ, വീണ്ടും പോസിറ്റീവ് ചാർജിൽ നിന്നും ഒരു R1 ഡിസ്റ്റൻസ് ദൂരെ ഞാൻ ബി എന്നൊരു പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പം ബി എത്ര ആയിരിക്കും, അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? അതിനെന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ചാർജ് മാറിയിട്ടില്ല, ഡിസ്റ്റൻസ് മാറിയിട്ടില്ല, അപ്പം പൊട്ടൻഷ്യലിനും മാറ്റം വരത്തില്ല. അതും 1/4πε0 Q/R1 സെയിം തന്നെയാണ്. ഇനി വീണ്ടും അതേ പരിപാടി ഞാൻ എടുത്തു. എന്താ ചെയ്തേ, ഇവിടെ നിന്നും ഒരു R1 ഡിസ്റ്റൻസ് ദൂരെയായിട്ട് ഞാൻ എന്ത് വിളിച്ചു, സി എന്നൊരു പോയിന്റ് ഞാൻ എടുത്തു. ഇവിടെ നിന്നും R1 ഡിസ്റ്റൻസ് ദൂരെയായിട്ട് സി എന്നൊരു പോയിന്റ് എടുത്തു. അവിടെയും എത്രയായിരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, വി സി. അതും 1/4πε0 Q/R1 തന്നെയാണ്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് എങ്ങനെയാണ്, ഞാൻ ഇവിടെ എവിടെയൊക്കെ ഒരു പോയിന്റ് എടുത്താലും, ഇവിടെ R1 ഡിസ്റ്റൻസ് ദൂരെയായിട്ട് എവിടെയൊക്കെ ഈ ഒരു ചാർജിൽ എവിടെയൊക്കെ ഒരു പോയിന്റ് എടുത്താലും ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെയും പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ആ ഒരു ഭാഗങ്ങളിലെല്ലാം തന്നെയും എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ജസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഞാനപ്പം ഇവിടെ ഒരു ഈ നമ്മുടെ ഈ പറഞ്ഞ ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വി പൊട്ടൻഷ്യൽ പോയിന്റ്സ് എല്ലാം തന്നെയും കണക്ട് ചെയ്തുകൊണ്ട് ഇക്വി പൊട്ടൻഷ്യൽ പോയിന്റ്സിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ഇത് വരയ്ക്കാൻ പോവാം. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കാൻ പോവാം. നോക്കാം ആ പോയിന്റ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ എന്താണ്ട് വരയ്ക്കാൻ പോവുകയാണ്. ജസ്റ്റ് സെക്കൻഡ്, ശരിയാക്കാം. ഓക്കെ, വേണ്ടേ, ഓ ഷിറ്റ്, ഇങ്ങനെയായിരുന്നല്ലേ കിട്ടുന്നേ. അപ്പം സോറി, ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഡോട്ട്സ് എല്ലാം തന്നെ ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ഷേപ്പ് ഇവിടെ കിട്ടുന്നേ, നമുക്കൊരു സ്പെറിക്കൽ ഷേപ്പാണ് കിട്ടുന്നത് അല്ലേ? കാരണം നോക്കണം, ഇത് ഞാൻ ജസ്റ്റ് ഒരു 2 ഡയമെൻഷനൽ ആയിട്ട് വരച്ചതേ ഉള്ളൂ. ഇവിടെ നിന്നും ഈ പോസിറ്റീവ് ചാർജിൽ നിന്നും നമ്മളെ ഫേസ് ചെയ്തും ഫീൽഡ് ലൈൻസ് വരുന്നുണ്ട്. അതേപോലെ ഈ പോസിറ്റീവ് ചാർജിന് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങേ എൻഡിലോട്ട് അങ്ങോട്ടും ഫീൽഡ് ലൈൻസ് കിടപ്പുണ്ട്. ഇതൊരു 3D ആണ്. സോ ഇതൊരു സർക്കിൾ ആയിട്ട് എടുക്കരുത്, ഒരു സ്പെറിക്കൽ ഷേപ്പാണ്. എല്ലാ ഡയറക്ഷനിലും നമ്മളെ ഫേസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിനും R1 ഡിസ്റ്റൻസ് ദൂരമായിട്ട് പോയിന്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം തന്നെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സ്പെറിക്കൽ ഷേപ്പ് കിട്ടും. ഓക്കെ, സോ ഒരു ഏതൊരു പോയിന്റ് ചാർജും അതിലെ ഒരേപോലെ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തു, എന്നിട്ട് ആ ഡിസ്റ്റൻസിലെ എല്ലാ പോയിന്റ്സും കൂടി കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു സ്പെറിക്കൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സ്പെറിക്കൽ സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. എല്ലാ കേസിലും അങ്ങനെയാണോ നോക്കാം. വേറൊരു കേസ് എടുത്ത് നോക്കാം. നമുക്കിവിടെ വേറൊരു ഡിസ്റ്റൻസ് എടുക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെ ആദ്യത്തെ കേസിൽ നമ്മൾ R1 എടുത്തേ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ വേറൊരു R2 എന്നൊരു ഡിസ്റ്റൻസ് ദൂരം നോക്കാം. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് R2 ആണെന്ന് വെച്ചോ, ഈ തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ഉള്ളത്. ഓക്കെ, ഇനി അതേപോലെ എല്ലായിടത്തേക്കും R2 എടുക്കാം. R2 ഇതാണ് അടുത്ത പോയിന്റ്. ഇവിടം തൊട്ട് ഇവിടം വരെ R2. അങ്ങനെ R2കൾ ചേർത്ത് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇവിടെ എല്ലാ പോയിന്റ്സ് വരുമല്ലോ. അങ്ങനെ R2 വെച്ച് കണക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏത് ഷേപ്പ് ആയിരിക്കും? ഷേപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല. അവിടെയും നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ് വുഡ് ബി ദ സെയിം. നമുക്ക് എന്താണോ നേരത്തെ കിട്ടിയ അതേപോലൊരു സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. നമുക്ക് ഈ വെട്ടവും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നോക്കി, ഞാനത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഏത് ഷേപ്പാണ് വന്നേ? ഷേപ്പിന് വല്ല മാറ്റവും വന്നോ? ഇല്ല. നമുക്ക് ഈ കേസിലും കിട്ടിയത് ഒരു സ്പെറിക്കൽ ഷേപ്പ് തന്നെ. സോ ഇത് രണ്ടും രണ്ട് ഡിഫറെന്റ് സ്പിയർ ആണേ ഉള്ളൂ. ഇതിന്റെ വന്നിട്ട് പൊട്ടൻഷ്യൽ വന്നിട്ട് ഇതായിരിക്കും. ഇനിയും ഈ സ്പെറിക്കൽ ഇപ്പൊ രണ്ടാമത് വരച്ച ഓരോന്നിന്റെ പൊട്ടൻഷ്യൽ V1 ഉം V2 ഉം വിളിച്ചു. ഒന്നാമത്തെ ഇതാണ്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ, ഇപ്പൊ നമ്മൾ വരച്ച രണ്ടാമത്തെ ആ ഒരു സ്പിയർ. ഇനി രണ്ടാമത്തെ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര ആയിരിക്കും പൊട്ടൻഷ്യൽ? ഞാൻ 2 കൊടുത്തു, രണ്ടാമത്തെ അല്ലേ? V2 എന്ന് പറയുന്നത് 1/4πε0 Q/R2 ആയിരിക്കും.
ഓക്കെ, ഇവിടെ ഏത് പോയിന്റ് എടുത്താലും, ഈ രണ്ടാമത്തെ സ്പിയറിന്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ പൊട്ടൻഷ്യൽ അതാണ്ട് ഇത് തന്നെ ആയിരിക്കും. ഇനി ഒന്നാമത്തെ കേസിൽ ഏത് പോയിന്റ് എടുത്താലും, ഒന്നാമത്തെ കേസിന്റെ ഏത് പോയിന്റ് എടുത്താലും ഇവിടെ ഈ പച്ച സ്പിയറിന്റെ ഏത് പോയിന്റ് എടുത്താലും അവിടെ പൊട്ടൻഷ്യൽ, ഞാൻ അതിനെ ഈ 1 എന്ന് കൊടുത്തു, ആ പൊട്ടൻഷ്യൽ എത്ര തന്നെ ആയിരിക്കും? 1/4πε0 Q/r 1 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം, ഒരു പോയിന്റ് ചാർജ് എടുത്താൽ, അറിയേണ്ട അല്ലെ, ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു പോയിന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തും ആയിക്കോട്ടെ, പോസിറ്റീവോ നെഗറ്റീവോ ഏത് പോയിന്റ് ചാർജും ആയിക്കോട്ടെ, അവിടെ ഉണ്ടാവുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ്, അവിടെ ഉണ്ടാവുന്ന ഇക്വി പൊട്ടൻഷ്യൽ സർഫേസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പ് ആയിരിക്കും? അവിടെ ഉണ്ടാവുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും. സ്പെറിക്കൽ ഷേപ്പിലുള്ള ഇക്വി പൊട്ടൻഷ്യൽ സർഫേസുകളായിരിക്കും നമുക്കവിടെ വരയ്ക്കാൻ സാധിക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, എത്ര ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് വരയ്ക്കാം? ഏതെങ്കിലും ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജും എടുത്തു, ഇതിന് ചുറ്റും എത്ര ഇക്വി പൊട്ടൻഷ്യൽ സർഫേസ് വരയ്ക്കാൻ പറ്റും? എത്ര വേണേലും വരയ്ക്കാം അല്ലേ? അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് എവിടം വരെ അത് പോകുന്നുണ്ടോ, അത് ഇൻഫിനിറ്റി വരെ പോകുന്നത് നമുക്കറിയാം. സോ അത്രയും നമ്പർ ഓഫ് എന്ത് വരയ്ക്കാൻ പറ്റും? അത്രയും നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, അത്രയും ഇക്വി പൊട്ടൻഷ്യൽ സർഫസുകളും നമുക്ക് ആ ചാർജിന് ചുറ്റും വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അപ്പൊ ക്ലിയർ ആയല്ലോ. ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് created by around a point charge, equipotential surface created around a point charge would be spherical in shape, and shape വന്നിട്ട് spherical ആയിരിക്കും. അതേപോലെ we can construct numerous equipotential surface around a point charge. ഒരു point chargeന് ചുറ്റും എത്ര വേണമെങ്കിലും നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകൾ വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അതേപോലെ ഒരു പോയിന്റ് കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു ചാർജ് എടുത്തു, ഒരു പോസിറ്റീവ് ചാർജ് എടുത്തു. അപ്പം എഗെയിൻ പോസിറ്റീവ് ചാർജിന് ചുറ്റും ആര് കാണും? നമ്മുടെ ഫീൽഡ് ലൈൻസ് കാണും അല്ലേ? ഇതൊക്കെ എന്താണ്? ആ ചാർജിൽ നിന്നും പോകുന്ന ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, അങ്ങനെ കുറേ ഫീൽഡ് ലൈൻസും കാര്യങ്ങളും കാണും. ഇനി ഇതിന് ചുറ്റുമാണ് നമ്മൾ നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത ആ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഉള്ളത്. ഓക്കെ, ഇതിന് ചുറ്റുമാണ് നേരത്തെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എടുത്തു. ഞാൻ എന്താണ്ട് ഈ ഒരു സർഫസ് ആണ് എടുക്കാൻ പോകുന്നത് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആയിട്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കുക. ഇവിടെ ഈ ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസും ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അല്ലേ? ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഇത് ഫോം ചെയ്യുന്നത്, ഇതങ്ങോട്ട് വരച്ചില്ല എന്ന് വെക്കും, ഇങ്ങനെ പോകും. അപ്പം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇവിടെ ഒക്കെ ഫോം ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്? ഇക്വി പൊട്ടൻഷ്യൽ സർഫസും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും will always be perpendicular. Okay, the electric field lines always passes normal to the equipotential surface. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എപ്പോഴും അത് ഏത് ഷേപ്പും ആയിക്കോട്ടെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആ സർഫസുകൾക്ക് നോർമൽ ആയിട്ട് മാത്രമേ പാസ് ചെയ്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ ഒരു കോൺസെപ്റ്റും? ശരി, ഇനി നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു ഈ ഒരു ഫിഗർ വീണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും അങ്ങ് മായ്ച്ചു കളയുക. ഇവിടുത്തെ ബാക്കി കാര്യങ്ങളെല്ലാം മായ്ച്ചു കളയുകയാണ്. ഓക്കെ, നമ്മുടെ കയ്യിൽ അപ്പം ആരൊക്കെയുണ്ട്? ആകെ കൺസിഡർ ചെയ്യേണ്ട ഈ കാര്യമേ ഉള്ളൂ. കണ്ടേ, അകത്തേത് 1 എന്ന് പറഞ്ഞ, കണ്ടേ ഈ 1 എന്ന് പറഞ്ഞ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്, പുറത്തെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് 2 ആണ്. ഓക്കെ, അങ്ങനെ 2 പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പൊ സപ്പോസ് ഉള്ളിലത്തെ ഈ ഗ്രീൻ സ്പിയറിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഞാൻ V1 എന്ന് എഴുതി. ഓക്കെ, ഇതാണ് V1. അതെന്താണ് V1 എന്ന് വെച്ചാൽ ഈ ഗ്രീൻ സ്പെറിക്കൽ അല്ലെ ഒന്നാമത്തെ അല്ലെ പോസിറ്റീവ് ചാർജുമായിട്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ആ ഒരു സ്പെറിക്കൽ സർഫസ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ പൊട്ടൻഷ്യൽ ആണ് V1. അപ്പൊ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ V1 ആയിരിക്കും. ഇനി രണ്ടാമത്തെ ബ്ലൂവിന്റെ കേസ് എടുക്കാം. ഓക്കെ, അത് പോസിറ്റീവിന് കുറച്ചുകൂടെ അകലെ അല്ലേ? അവിടുത്തെ പൊട്ടൻഷ്യൽ ഞാൻ V2 എന്ന് വിളിച്ചു. അപ്പൊ അവിടെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു V2 പൊട്ടൻഷ്യൽ ആയിരിക്കും. അവിടുത്തെ പൊട്ടൻഷ്യൽ ഏത് പോയിന്റിലെ പൊട്ടൻഷ്യൽ V2 ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻ വന്നിട്ട് V1 ആണോ അതോ V2 ആണോ? വിച്ച് ഈസ് ഗ്രേറ്റർ?
ഓക്കെ, ഏതാണ് ഗ്രേറ്റർ ആയിട്ടുള്ളത്? ഓക്കെ, V1 ആണോ അതോ V2 ആണോ കൂടുതൽ അല്ലെങ്കിൽ വലിയ പൊട്ടൻഷ്യൽ? ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും? ഞാൻ പറഞ്ഞായിരുന്നു, എന്തെങ്കിലും കൺഫ്യൂഷൻ ആ ഒരു കോൺസെപ്റ്റിൽ എന്ത് തരത്തില് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ഓർത്താൽ മതി. പോസിറ്റീവ് ചാർജ് അങ്ങ് ദൂരെ ഒരു Q ടെസ്റ്റ് ചാർജ് ഉണ്ട്. ടെസ്റ്റ് ചാർജ് ഇൻഫിനിറ്റിയിലാണ്, അപ്പൊ അവിടെ എന്താണ്? 0 ആയിരിക്കും പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ എടുത്ത കേസ്, നമ്മൾ 2 കേസും പഠിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള കേസും പഠിച്ചു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള കേസും പഠിച്ചു. ഇനി ജസ്റ്റ് വരച്ച് അങ്ങ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടത് പോസിറ്റീവിൽ നിന്നും ഏത് പൊട്ടൻഷ്യൽ ആണ് വലുതെന്നാ? V1 പൊട്ടൻഷ്യൽ ആണോ അതോ V2 പൊട്ടൻഷ്യൽ ആണോ വലുതെന്ന് നോക്കണം. അപ്പൊ പോസിറ്റീവിൽ നിന്ന് ദൂരോട്ടല്ലേ ഫീൽഡ് ലൈൻസ് പോകുന്നത്. അപ്പൊ ഈ കേസ് എടുക്കാം, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കുള്ള കേസ് എടുക്കാം. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറഞ്ഞ് 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 0 വരാം അല്ലേ? അപ്പൊ 15, 12, 10, 5, 3, 2, 1 ഇൻഫിനിറ്റി ആയിട്ട് 0. അപ്പൊ എന്താണ്? പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ദൂരെ ഉള്ളതിനായിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ കുറവ്. അടുത്തുള്ളതിനായിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ കൂടുതൽ. അപ്പൊ അടുത്തുള്ളത് ഇവിടെ ആരാ? ഇവിടെ V1 ആണ് അടുത്ത്. സോ V1ന്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും V2ന്റെ പൊട്ടൻഷ്യലിനെക്കാട്ടിലും കൂടുതൽ. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഈ ബ്ലാക്ക് ലൈനിൽ വരച്ചേക്കുന്നതാണ് നമ്മുടെ സ്വന്തം എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാ പോകുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇതാണ്ട്, ഇതാണ് വലിയ പൊട്ടൻഷ്യൽ, ഈ ഉള്ളിൽ കിടക്കുന്നതാണ് ഹയർ പൊട്ടൻഷ്യൽ, ഇതാണ് HP. വെളിയിലുള്ളത് അല്ലെങ്കിൽ V2 അതാണ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഫീൽഡ് ലൈൻസ് എങ്ങനെയാ പോയേക്കുന്നത്? ഇതാണ്ട് ഒരു ഫീൽഡ് ലൈൻസ് മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ആൻഡ് ഈ ഒരു ഫീൽഡ് ലൈനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്നത് കേട്ടോ. അതെ, ഈ ഒരു ഒറ്റ ഫീൽഡ് ലൈനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്നത്. അപ്പൊ ഇവിടാണ് നമ്മുടെ ആ ഒരു പോസിറ്റീവ് ചാർജ്. ഇനിയും ഓരോ സ്പിയറും ഞാൻ വരയ്ക്കാം. ഒന്നാമത്തെ സ്പിയർ അല്ലെങ്കിൽ ഹയർ പൊട്ടൻഷ്യൽ ഉള്ള ആ ഒരു സ്പിയർ അതാണ്ട് ഇതാണ് അല്ലെ? അവിടെ V1, ഇതാണ് V1 സ്പിയർ. ഇനി രണ്ടാമത്തെ ഏതായിരുന്നു? രണ്ടാമത്തേത് ഇതായിരുന്നു. ഇതെന്താണ്? ഇത് V2 സ്പിയർ ആണ്. ഇതിൽ ഏതാണ് കൂടുതൽ എന്നാ പറഞ്ഞേ? V1 ആണ് വലിയ പൊട്ടൻഷ്യൽ. സോ ഇതാണ് ഹയർ പൊട്ടൻഷ്യൽ. സോ V2 എന്താണ്? അത് ലോവർ പൊട്ടൻഷ്യൽ. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പോക്ക് എങ്ങനെയാണ്? അതെപ്പോഴും ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ഒരു ലോവർ പൊട്ടൻഷ്യലിലേക്കായിരിക്കും ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും പോകുന്നത്. ഓക്കെ, സോ അത് ഒരു പോയിന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. എന്താണ് നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ്? An electric field line always goes from higher potential equipotential ആയിട്ടുള്ള ഒരു equipotential സർഫസിൽ നിന്നും ഹയർ പൊട്ടൻഷ്യൽ equipotential സർഫസ് അല്ലെങ്കിൽ ഒരു ഹയർ equipotential സർഫസ് എന്ന് പറഞ്ഞാലും മതി, ടെക്നിക്കലി ഇത് തന്നെയാണ്, to a lower potential equipotential surface. ഓക്കെ, സോ ഒരു ഹയർ equipotential സർഫസിൽ നിന്നും ഒരു ലോവർ equipotential സർഫസിലേക്ക് ആയിരിക്കും എപ്പോഴും മൂവ് ചെയ്യുക? ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എപ്പോഴും ഹയർ പൊട്ടൻഷ്യൽ സർഫസ് equipotential സർഫസിൽ നിന്നും ഒരു ലോവർ equipotential സർഫസിലേക്കായിരിക്കും എപ്പോഴും പോവുക. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയോ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? equipotential സർഫസുകൾ എന്താണെന്ന് പഠിച്ചു. ഓക്കെ, പിന്നെ പഠിച്ചത് ഒരു പോയിന്റ് ചാർജ് എടുത്താൽ, എന്ത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തൊരു പോയിന്റ് ചാർജ് എടുത്താലും അതിന് ചുറ്റും എത്ര വേണേലും equipotential സർഫസുകൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. പിന്നെ പഠിച്ചത് എന്താ? പോസിറ്റീവിനോട് ചേർന്ന് നിൽക്കുന്ന equipotential സർഫസ് ആയിരിക്കും ഹയർ പൊട്ടൻഷ്യൽ. ഓക്കെ, പോസിറ്റീവിൽ നിന്നും ദൂരെയുള്ള ആ equipotential സർഫസുകൾ കുറച്ചുകൂടെ ലോവർ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പം നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിനെ വെച്ച് മാത്രം ഒന്ന് നോക്കിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പാസിംഗ് എങ്ങനെയാ? ഇലക്ട്രിക് ഫീൽഡ് ഈ പോസിറ്റീവിൽ നിന്നും ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ ആദ്യം ഫേസ് ചെയ്യുന്ന equipotential സർഫസ് എന്ത് പൊട്ടൻഷ്യൽ ആണ്? ഹയർ പൊട്ടൻഷ്യൽ ആണ്. പിന്നെ ദൂരെയുള്ള equipotential സർഫസ് ലോവർ പൊട്ടൻഷ്യൽ ആണ്. നമുക്ക് മനസ്സിലായി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഹയർ equipotential സർഫസിൽ നിന്നും ലോവർ പൊട്ടൻഷ്യൽ ഉള്ള equipotential സർഫസിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പാത്ത് എന്നുള്ള കാര്യം നമുക്കത് മനസ്സിലായി. ഓക്കെ, സോ ഞാനിത് 4 പാർട്ടായിരിക്കും, ഹോപ്പ്ഫുള്ളി 4 പാർട്സ് ആയിട്ടായിരിക്കും ഞാൻ ഈ ഒരു ക്ലാസ് ഹാഫ് അവർ വെച്ചിട്ടുള്ള 4 ക്ലാസ്സുകളായിട്ടായിരിക്കും ഞാനിത് അപ്ലോഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. സോ അടുത്ത പാർട്ട് അടുത്ത ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ.